ഇന്നലെ ഫൈറ്റ് ക്ലബ്ബിൽ എൻ്റെ സ്പാറിംഗ് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു കിക്ക് ഇത്രമാത്രം എഫക്റ്റീവ് ആണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇന്നലത്തെ സ്പാറിംഗ് മോസ്റ്റ്ലി ഫോക്കസ് ചെയ്ത് ഡിഫൻസും കൗണ്ടറിലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു കിക്ക് സ്പാം ചെയ്യാൻ പറ്റി. ഇനി എൻ്റെ ആർസണലിലെ ഏതൊരു കിക്ക്, അതിപ്പോൾ റൗണ്ട് ഹൗസ് കിക്കായാലും ലോ കിക്കായാലും 360 ഡിഗ്രി കിക്കായാലും ഏതെനിക്ക് പെർഫെക്റ്റ് ചെയ്യാൻ പറ്റില്ല, ഞാൻ ഈ പറയുന്ന ഈ കിക്ക് വിൽ ഓൾവേസ് റിമൈൻ മൈ ഫേവറേറ്റ്. യെസ്, ഞാൻ പറഞ്ഞു വന്നത് ടീപ്പിനെ കുറിച്ചാണ്. ചിലർ ടീപ്പും പുഷ് കിക്കും സെയിം ആണെന്ന് പറയും. ചിലർ പറയും ടീപ്പ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് പുഷ് കിക്ക് ആണെന്ന്. നമുക്ക് ഇന്ന് ഇതിനെ ടീപ്പ് എന്ന് തന്നെ പറയാം. ഈ ടീപ്പ് എന്ന് പറയുന്ന ഒരു ഒഫൻസീവ് കിക്ക് അല്ല, ഇതൊരു ഡിഫൻസീവ് കിക്കാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ഒപ്പോണന്റിനെ അറ്റാക്ക് ചെയ്ത് ഇൻസൈഡ് കയറി വരുവാണെങ്കിൽ എനിക്ക് ടീപ്പ് യൂസ് ചെയ്തിട്ട് റേഞ്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബാക്കി കിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ടീപ്പ് യൂസ് ചെയ്ത് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, എനിക്ക് ടീപ്പ് യൂസ് ചെയ്തിട്ട് ഡിസ്റ്റൻസ് കൺട്രോൾ ചെയ്ത് ഒരു റൗണ്ട് ഹൗസ് കിക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ഒപ്പോണന്റിന്റെ റിതം ബ്രേക്ക് ചെയ്യാനും അവരെ ഓഫ് ബാലൻസ് ചെയ്യാനും പറ്റിയ നല്ലൊരു കിക്കാണ് ടീപ്പ്. ടീപ്പ് എന്ന് പറയുന്നത് നല്ലൊരു കൗണ്ടർ കിക്കാണ്. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഒപ്പോണന്റ് എന്നെ ലോ കിക്ക് ചെയ്യാണ്. വാട്ട് ഐ ക്യാൻ ഡു ഇസ് ഡു എ ചെക്ക് ആൻഡ് എ ടീപ്പ്. ഒരാൾ നമ്മളെ കിക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ലെഗിലായിരിക്കും. കറക്റ്റ് സമയത്ത് ഈ ചെക്ക് ആൻഡ് ടീപ്പ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് അവരെ ഓഫ് ബാലൻസ് ചെയ്യാനും തള്ളിയിടാനും പറ്റും. ആൻഡ് അറ്റ് ലാസ്റ്റ്, എൻ്റെ ഒരു ഒപ്പീനിയനിൽ ടീപ്പ് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു മൊയ്തായ് ഫൈറ്റർ ആരാന്ന് ചോദിച്ചാൽ ടവൻജയ് ആണ്. നൗ നിങ്ങളുടെ ഫേവറേറ്റ് കിക്ക് ഏതാണെന്ന് വെച്ചാൽ അത് കമന്റിൽ മെൻഷൻ ചെയ്യും.